morning, everybody. It's a great joy for me to meet you after 1 year. ഒരു വർഷത്തിന് ശേഷം നിങ്ങളെല്ലാവരെയും കാണുവാൻ കഴിഞ്ഞതിൽ വലിയൊരു സന്തോഷം എനിക്കുണ്ട്. I always pray for Tirumala Assembly. തിരുമല അസംബ്ലിക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. And I remember all the believers here. ഇവിടെയുള്ള എല്ലാ വിശ്വാസികളെയും എനിക്ക് ഓർമ്മയുണ്ട്. And not only Tirumala Assembly, there are certain assemblies which I do not know the names. തിരുമല അസംബ്ലി മാത്രമല്ല, എനിക്ക് പേരറിയാത്ത പല അസംബ്ലികളും സഭകളുമുണ്ട്. One assembly, Brother Thomas John's assembly. That's what I pray like this. അത് തോമസ് ജോൺ ബ്രദറിന്റെ അസംബ്ലി അതിലൊരെണ്ണമാണ്. And Manantala assembly. Which one? Manantala. മണ്ണന്തല അസംബ്ലി. And then there is another Brother Roy's assembly. അതേപോലെ തന്നെ ബ്രദർ റോയിയുടെ സഭയെക്കുറിച്ചും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. And YMCA assembly. പിന്നെ YMCA അസംബ്ലി. This all I remember when I pray for Trivandrum assembly. തിരുവനന്തപുരത്തുള്ള സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ സഭകളെല്ലാം ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. I don't know whether is there any other assemblies. വേറെ സഭകളുണ്ടോ എന്നുള്ളത് എനിക്കറിവില്ല. Now I would like to request you to pray for our church building. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം ഞാൻ അറിയിക്കുന്നത് ഞങ്ങളുടെ സഭാ ഹാളിന്റെ നിർമ്മിതിയാണ്. And 80% is over. 80% അതിന്റെ പണികൾ തീർന്നു. Now 20% is more to be completed. ഇനിയും തീർക്കേണ്ടതായിട്ട് ഒരു 20% ഉണ്ട്. For 1 month we have stopped the building, stopped the work of the building because lack of finance. സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധി വന്നതുകൊണ്ട് അതിൻ്റെ നിർമ്മാണം ഇടയ്ക്ക് ഞങ്ങൾക്ക് നിർത്തിവെക്കേണ്ടി വന്നു. Now we have to do the tiles work, plumbing work and electrification. ഇനിയും അവിടെ ടൈൽസിൻ്റെ പണികളുണ്ട്, കറണ്ടിൻ്റെ ഇലക്ട്രിസിറ്റി വർക്കുണ്ട്, ഇങ്ങനെയുള്ള ചില വർക്കുകളൊക്കെ ഇനിയും ബാക്കിയുണ്ട്. So kindly pray for this. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇക്കാര്യത്തിന് വേണ്ടി. Now I would like to start this message with a question. ഒരു കേൾവിയോടുകൂടി ഞാൻ ഇന്നത്തെ പ്രഭാഷണം ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. Are you spiritual or are you carnal? നിങ്ങൾ ആത്മീയരാണോ അതോ ജഡീകരാണോ? There are three groups of people in this world. ഭൂമിയിൽ 3 തരത്തിലുള്ള ജനങ്ങളുണ്ട്. One is natural man. ഒന്ന് പ്രാകൃതരായിരിക്കുന്ന മനുഷ്യർ. A person who doesn't accept Christ as his savior. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കാത്ത ജനം is a natural person. അവരെ പ്രാകൃതർ എന്നാണ് ബൈബിളിൽ പറയുന്നത്. And then spiritual person. ഇനിയുള്ളത് ആത്മീയരായിരിക്കുന്ന സഹോദരന്മാർ. A person who has accepted Christ as his savior. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ച വ്യക്തികൾ. Thirdly, carnal person. മൂന്നാമതായിട്ട് ജഡീകരായിരിക്കുന്ന ആൾക്കാർ. A person, a spiritual person who lives in sin is called carnal. ആത്മീയനായിരിക്കുന്ന ഒരു വ്യക്തി പാപത്തിൽ ജീവിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ജഡീകൻ എന്ന് പറയുന്നത്. So which group do you belong? നിങ്ങൾ ഏത് തരത്തിൽപ്പെട്ടവരാണ്? Are you spiritual or are you carnal? നിങ്ങൾ ആത്മീയരാണോ അതോ നിങ്ങൾ ജഡീകരാണോ? I would like to start this message with a question of the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു ചോദ്യത്തോടുകൂടി ഞാൻ ഈ പ്രഭാഷണം ആരംഭിക്കുകയാണ്. Shall we turn to Gospel of Saint John? യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് തിരിയാം. Chapter 6, 6-ാം അധ്യായം, verse 67th verse. 67-ാമത്തെ വാക്യം. ആകയാൽ യേശു പന്തിരുവരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. I mean, it really touching my heart very deeply. ഈ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ വളരെയധികം സ്പർശിച്ചതാണ്. The Lord Jesus is asking the disciples. യേശു ക്രിസ്തു 12 അപ്പോസ്തലന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ്. 3.5 years they were walking with the Lord Jesus. 3.5 വർഷം യേശു ക്രിസ്തുവിനോട് കൂടി നടന്നു വന്നവർ. They were having fellowship with the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ഒരു കൂട്ടായ്മ ബന്ധം പുലർത്തിയവർ. Instead of telling 12, we should say 11. 12 പേരെന്ന് നമ്മൾ പറയുന്നതിനോടൊപ്പം പറയുന്നതല്ലക്കാളും 11 പേരെന്ന് പറയുന്നതായിരിക്കും ശരി. Because the 12th one is a devil. 12-ാമത്തെ ആള് ഒരു പിശാചിന്റെ മകനായിരുന്നു. So the 11 disciples, the Lord is asking, will you also go away from me?
ഈ 11 അപ്പോസ്തലന്മാരോട് യേശുക്രിസ്തു ചോദിക്കുകയാണ്, നിങ്ങളും പോകുമോ? With loving heart, with a great desire asking, will you also go away from me? സ്നേഹത്തോടെ, ആ വലിയ ആഗ്രഹമുള്ള മനസ്സോടെ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? Why he asked this question? എന്തുകൊണ്ട് യേശുക്രിസ്തു ഈ ചോദ്യം ചോദിച്ചു? If you read chapter 6, whole multitude of people followed the Lord Jesus Christ. 6-ാം അധ്യായം, നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ അനേക ആയിരം ജനങ്ങൾ യേശുവിനെ പിൻഗമിച്ചതായി കാണാം. They saw the miracle. യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളൊക്കെ അവർ കണ്ടു. Not only the miracle, അത്ഭുതങ്ങൾ മാത്രമല്ല, their stomach was filled up. അവരുടെ വയറും നിറഞ്ഞ അനുഭവങ്ങൾ അവർക്കുണ്ടായി. And he said 27th verse, 27-ാം വാക്യത്തിൽ, labor not for the meat which perishes. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ. Their stomach was filled, that's why they followed the Lord Jesus. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചിലര് യേശുവിനെ പിൻഗമിച്ചത്. They wanted to be very lazy. അവര് ഉദാസീനതയോടെ ജീവിച്ചവർ. They don't want to work. ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവർ. They wanted their stomach should be filled all the time. അവർക്ക് അവരുടെ വയർ എപ്പോഴും നിറഞ്ഞിരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നടക്കുന്നവർ. They don't want to hear anything else whatever Christ says. യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവർക്ക് ആഗ്രഹമില്ല. So what they said? അവരെന്താ പറഞ്ഞത്? 66th verse. 66-ാമത്തെ വാക്യം, അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. 60th verse. 60-ാമത്തെ വാക്യം, അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. This is hard things we cannot digest. അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം ഇത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. So they all went back. അതുകൊണ്ട് അവരെല്ലാം പുറകിലോട്ട് പോയി. They are not interested in spiritual things. അവർ കേൾക്കാൻ ആത്മീയമായ കാര്യങ്ങൾ കേൾക്കുവാൻ താല്പര്യമില്ല. As I said, they followed because their stomach was filled. അവര് യേശുവിനെ പിൻഗമിച്ചതിന് കാരണം അവരുടെ വയറ് നിറയ്ക്കുവാൻ വേണ്ടിയാണ്. That's why the 26th verse he says, അതുകൊണ്ടാണ് 26-ാം വാക്യത്തിൽ, labor not for the meat which perishes. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല എന്ന് പറയുന്നതിന് കാരണം. Paul says, പൗലോസ് എന്താ പറഞ്ഞത്? 1 Corinthians, ഒന്നാമത്തെ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യരിലെ chapter 15, 15-ാമത്തെ അധ്യായം verse 19. 19-ാമത്തെ വാക്യം. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. We will be the most miserable people. സകല മനുഷ്യരിലും അരിഷ്ടന്മാർ. The people, those who loved the Lord Jesus, യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചിരുന്നവർ, they never came back to the Lord. They never came to the Lord. They never came back to the Lord. അവർ യേശുവിനെ പിൻഗമിച്ചുവെങ്കിലും പിന്നെ ഒരിക്കലും വിട്ടുപോയിട്ട് പിന്നെ യേശുവിന്റെ അടുക്കിലേക്ക് വന്നില്ല. Okay, that is the condition of the people, those who left him. യേശു ക്രിസ്തുവിനെ വിട്ട് പോയവരുടെ ആ നില അത്ര മാത്രം ശോചനീയമായിരുന്നു. Because they are not spiritual, they are not carnal, they are natural people. അവര് ആത്മീയരുമല്ല, ജഡീകരുമല്ല, അവർ പ്രാകൃതരായിരിക്കുന്ന മനുഷ്യരാണ്. Okay, now let us see let us consider about our life. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോഴൊന്ന് പരിശോധിച്ചാലോ? The Lord Jesus said, will you also go away from me? നിങ്ങളും എന്നോടുകൂടെ സഞ്ചരിക്കുന്നുണ്ടോ? No, will you also go away from me? നിങ്ങളും എന്നെ വിട്ട് കടന്നു പോകുമോ? What Peter said? അങ്ങനെ വരുമ്പോൾ എന്താ നിങ്ങൾ പറയുന്നത്? What Peter said? പത്രോസ് എന്താണ് പറഞ്ഞത്? He gave a sincere answer. പത്രോസിനോട് ചോദിച്ചപ്പോൾ പത്രോസ് വളരെ നിർമ്മലമായിരിക്കുന്ന ഒരു ഉത്തരം നൽകി. Lord, to whom shall we go? ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്നാണ്. Lord, we left catching the fish. ഞങ്ങൾ ഇനി മീൻ പിടിക്കുവാനായിട്ട് പോകുമോ? We left our family. ഞങ്ങളുടെ കുടുംബത്തെ വിട്ട് ഞങ്ങൾ വന്നു. 3.5 years we are following you. 3.5 വർഷം നിന്നെ പിൻഗമിക്കുകയായിരുന്നു. Not like those people who followed and went back. നിങ്ങളെ പിന്നെ പിൻഗമിച്ചിട്ട് വിട്ടുപോയവരെ പോലെ അല്ല ഞങ്ങള്. But we are following because you are the words of eternal life. നിന്റെ വായിൽ നിന്ന് ജീവന്റെ വാക്കുകൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ നിന്നെ പിൻഗമിക്കുകയാണ്. We want to live eternally with you. നിന്നോടുകൂടെ നിത്യതയിൽ കഴിക്കുവാൻ ഞങ്ങൾ
ആഗ്രഹിക്കുന്നു. That eternal life you have. അതാണ് നീ ഞങ്ങൾക്ക് കൊടുക്കുന്ന ആ വലിയ വെളിച്ചം. That's why we follow you. അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ പിൻഗമിക്കുന്നത്. Even then he said that words. അങ്ങനെ പറഞ്ഞെങ്കിലും But still Peter became carnal. പത്രോസ് ജഡീകനായിട്ട് മാറി. Not only Peter. പത്രോസ് മാത്രമല്ല, all the disciples. എല്ലാ ശിഷ്യന്മാരും. Not only those disciples. ആ ശിഷ്യന്മാർ മാത്രമല്ല. What about you and me, my brother? നാം ഓരോരുത്തരും എങ്ങനെയാണ് സഹോദരന്മാരെ? Sister, what about you? നിങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ള സഹോദരന്മാരെ? Carnal? നിങ്ങൾ ജഡീകരാണോ? Well, you may say, well, I'm going to assemblies. നിങ്ങൾ സഭകളിൽ പോകുന്നവരാണ്. I am reading Bible. ഞാൻ വചനം വായിക്കുന്നുണ്ട്. I pray. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. I give gifts to the people of God. നിങ്ങൾ ദൈവജനത്തിന് കൂട്ടായ്മ നൽകുന്നുണ്ടായിരിക്കാം. Do you think because of giving to God's servants you become spiritual? നിങ്ങൾ സഹോദരന്മാർക്ക് ദാനങ്ങൾ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ കൂട്ടായ്മ നൽകിയതുകൊണ്ട് നിങ്ങൾ ആത്മീയരായി മാറുമെന്ന് വിചാരിക്കുന്നുണ്ടോ? Don't be deceived. കബളിക്കപ്പെടുവാനായിട്ട് ഇടയാകരുത്. Lack of prayer, പ്രാർത്ഥനയില്ലായ്മ, lack of reading Bible, വചന വായന ഇല്ലാതിരിക്കുക, lack of time in ministry, ശുശ്രൂഷകൾക്ക് സമയം കണ്ടെത്താതിരിക്കുക. Somehow you turn back from the Lord. ദൈവത്തിൽ നിന്ന് ദൈവഭാഗത്തു നിന്ന് നിങ്ങൾ പുറകിലേക്ക് പോയിരിക്കുക. There is a gap between you and the Lord. കർത്താവിനും നിങ്ങൾക്കും ഇടയിൽ ഒരു വലിയൊരു വിടവ് വന്നിരിക്കുകയാണ്. That's why there was a gap between the disciples of the Lord and the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിനും ശിഷ്യന്മാർക്കും ഇടയിൽ വലിയൊരു വിടവ് വന്നു. Peter had many things to Peter had many things to do for the Lord. കർത്താവിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുവാൻ പത്രോസ് സന്നദ്ധനായിരുന്നു. He wanted to emotionally. അതെല്ലാം വികാരമായിരിക്കുന്ന ചില തീരുമാനങ്ങളായിരുന്നു. Sometimes he doesn't know what he says. എന്താണ് പറയുന്നതെന്ന് ചിലപ്പോഴൊക്കെ അവന് തന്നെ മനസ്സിലായിട്ടില്ല. Because he was carnal. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ ജഡീകനായിരുന്നുകൊണ്ടാണ്. When the Lord Jesus said in Gethsemane, watch and pray. നാം കർത്താവായ യേശുക്രിസ്തു ഗെത്സമനയിൽ വെച്ചിട്ട് നാം പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ he said watch and pray. ഞങ്ങൾ എന്ത് പ്രാർത്ഥിക്കുമെന്നാണ് പത്രോസ് ചോദിക്കുന്നത്. No. The Lord Jesus said watch and pray. കർത്താവ് പറഞ്ഞത് നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക എന്നാണ്. What does it mean watch and pray? എന്താണ് കാത്തിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ? Watch me, how I am praying. ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും നിങ്ങൾ കണ്ടു പഠിക്കുക, നിങ്ങൾ അത് നോക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. But they were not watching. അവരത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. They were sleeping. അവർ ഉറങ്ങുകയായിരുന്നു. Because they were so tired. അവർ ഒത്തിരി ക്ഷീണിച്ചിരുന്നു. Secondly, they are carnal. അവര് ജഡീകരായതാണ് രണ്ടാമത്തെ കാര്യം. They didn't want to watch how the Lord Jesus is praying. യേശുക്രിസ്തു എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. There was a gap. യേശുക്രിസ്തുവിന് അവർക്കും തമ്മിൽ ഒരു വലിയ വിടവുണ്ടായിരുന്നു. Because they were sleeping. കാരണം അവർ ഉറങ്ങുന്നത് കൊണ്ടാണ്. There was a gap between the Lord and the disciples. യേശുക്രിസ്തുവിന് ശിഷ്യന്മാർക്കും ഇടയിൽ വലിയൊരു വിടവുണ്ടായിരുന്നു. So what happened? എന്ത് സംഭവിച്ചു? Matthew chapter 26. മത്തായി സുവിശേഷം 26-ാം അധ്യായം verse 56. 56-ാം വാക്യം. All forsook him and fled. എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. 58th verse. 58-ാം വാക്യത്തില് Peter followed afar off. പത്രോസ് ദൂരെ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെയ്യുന്നു, അകത്ത് കടന്നു, അവസാനം കാണുവാൻ സേവകന്മാരോടുകൂടെ ഇരുന്നു. The carnality of Peter brought very long gap between the Lord. യേശുക്രിസ്തു കർത്താവുമായിട്ട് വലിയൊരു വിടവ് പത്രോസിന്റെ ആ ജഡീകത്വ നിമിത്തമായിട്ട് അവിടെ ഉണ്ടായി. That gap made him to disown the Lord Jesus Christ. ആ വലിയ വിടവ് അവനെ കർത്താവിനെ തള്ളിപ്പറയുന്നിടത്തേക്ക് എത്തിച്ചു. He disowned the Lord. Denied. അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. Why? എന്തുകൊണ്ട്? Because there was a gap. കാരണം അവിടെ ഒരു വലിയ വിടവുണ്ടായിരുന്നു. Dear brother and sister, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, what the Holy Spirit says in book of Revelation, വെളിപ്പാട് പുസ്തകത്തില് എന്താണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്? chapter 2, 2-ാം അധ്യായം. book of Revelation chapter 2, വെളിപ്പാട് 2-ാം അധ്യായം verse 4, 4-ാം വാക്യം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. you have left the first love. നിങ്ങൾ ആദ്യത്തെ സ്നേഹം വിട്ടുപോയി. When you were saved,
നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ you had a great love for the Lord. നിങ്ങൾക്ക് കർത്താവിനോട് വളരെ സ്നേഹമുണ്ടായിരുന്നു. You used to get up early in the morning. നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുമായിരുന്നു. You used to pray for all the people. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. You used to share the gospel to every people. കാണുന്നവരോടെല്ലാം നിങ്ങൾ സുവിശേഷം പറയുമായിരുന്നു. You spent much time in meditation. ധ്യാനത്തിന് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുമായിരുന്നു. You were spending the time in testifying the Lord to others. കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു. Much love you had. നിങ്ങൾക്ക് നല്ല സ്നേഹമുണ്ടായിരുന്നു. You attend the meetings regularly. എല്ലാ മീറ്റിങ്ങുകളും സഭായോഗങ്ങളും നിങ്ങൾ റെഗുലറായിട്ട് വരുമായിരുന്നു. But now, എന്നാൽ ഇപ്പോൾ what happens? എന്ത് സംഭവിച്ചു? There is a lack of prayer. പ്രാർത്ഥനയിൽ കുറവുണ്ടായി. Sometimes you don't attend the worship service. ചില സമയങ്ങളിൽ ആരാധനാ യോഗങ്ങളിൽ പങ്കെടുക്കാറില്ല. And sometimes you never attend the prayer meeting. നിങ്ങൾ പ്രാർത്ഥനാ യോഗങ്ങളിൽ ചിലപ്പോൾ പങ്കെടുക്കാറില്ല. Sometimes you never attend the cottage meeting. ചില ഭവന യോഗങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ വരാറില്ല. You don't go for open air preaching. പരസ്യ ശുശ്രൂഷകൾക്ക് പരസ്യ പ്രവർത്തനത്തിന് പോകാറില്ല. You never interested in the evangelistic work. സുവിശേഷ പ്രവർത്തനങ്ങളിൽ താല്പര്യമില്ല. The Lord Jesus says, you have left the first love. അങ്ങനെയുള്ളവരോട് കർത്താവ് പറയുകയാണ്, നീ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞിരിക്കുന്നു. Do you know what Jeremiah says? യിരെമ്യാവ് എന്താണ് പറയുന്നതെന്ന് അറിയാമോ? Shall we turn to Jeremiah chapter 8? യിരെമ്യാവിന്റെ 8-ാം അധ്യായത്തിലേക്ക്. യിരെമ്യാ പുസ്തകം 8-ാം അധ്യായം. Let me take it, okay? Yeah. 21st verse. Yeah. 21-ാം വാക്യം. For the hurt of the daughter of my people I am hurt. എന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ചു നടക്കുന്നു. The backsliding of the people ജനങ്ങളുടെ പിന്മാറ്റത്തിൽ has given the Lord Jesus hurt. കർത്താവിന് അത് മുറിവ് ദുഃഖം ഉണ്ടാക്കുന്നതാണ്. Dear brother, പ്രിയ സഹോദരന്മാരെ, dear sister, പ്രിയ സഹോദരന്മാരെ, has the Lord hurt because of your backsliding? നിങ്ങളുടെ പിന്മാറ്റ നിമിത്തമായിട്ട് കർത്താവ് വേദനിക്കുന്നുണ്ടോ? The Lord is weeping when you are backsliding. നിങ്ങൾ പിന്നെ പുറകോട്ട് പോകുമ്പോൾ കർത്താവ് ദുഃഖിക്കുകയാണ്, കരയുകയാണ്. Because he gave himself for you and for me. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തന്നെ നൽകിയതാണ്. And why he is hurt? എന്തുകൊണ്ടാണ് അവൻ വേദനിക്കുന്നത്? Let's turn to Jeremiah chapter 3. യിരെമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. Verse 14. 14-ാം വാക്യം. Turn, O backsliding children, says the Lord, I am married unto you, for I will take you one of the city and two of a family, and I will bring you to Zion. വിശ്വാസത്യാഗികളായ മക്കളെ, മടങ്ങി വരുവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ 2 പേരെയും വീതം എടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. I am married unto you. I am married you. ഞാൻ നിന്നെ വിവാഹം കഴിച്ചിരിക്കുന്നു. ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്. I am married. ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്. You are my bride. I am your bridegroom. ഞാൻ നിന്റെ വരനാണ്. I am your lover of soul. നിന്റെ ആത്മാവിന്റെ സ്നേഹിതനാണ്. I have given myself for you. നിനക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ കൊടുത്തതാണ്. But you have gone back from me. എന്നാൽ എന്നിൽ നിന്ന് നീ അകന്നു പോയിരിക്കുന്നു. That gives me hurt. അതെനിക്ക് വേദനയെ കൊടുക്കും. How many times you said, Lord Jesus, I love you? എത്ര പ്രാവശ്യം നിങ്ങൾ യേശുവിനോട് കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ടുണ്ട്? Dear husbands, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഭർത്താക്കന്മാരെ, how many times you said your wife, I love you? നിങ്ങളുടെ ഭാര്യമാരോട് എത്ര പ്രാവശ്യം നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്? Dear sisters, സഹോദരിമാരെ, how many times you said to your husbands, I love you? നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ എത്ര പ്രാവശ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ടുണ്ട്? Whether you said or not, നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും they are pleased to hear that word. അത് കേൾക്കുവാൻ അവർക്ക് താല്പര്യമുണ്ട്. But more than that, അതിനേക്കാളും കൂടുതൽ, how many times you said, Lord Jesus, I love you? അതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ കർത്താവിനോട് എത്ര പ്രാവശ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്? Peter said, Lord, to whom shall we go? Because you have the eternal life. നിന്നിൽ നിത്യജീവനുണ്ട്. പത്രോസ് പറഞ്ഞതാണ്, നിന്നെ ആ നിത്യജീവനെ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? But he disowned the Lord. അവൻ കർത്താവിനെ എന്നാൽ അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. But when he denied the Lord Jesus Christ, യേശുവിനെ തള്ളിപ്പറയുമ്പോൾ the Lord looked to Peter. കർത്താവ് പത്രോസിനെ തിരിഞ്ഞു നോക്കി എന്നാണ് വായിക്കുന്നത്. Sympathetically
looked at Peter. ആ ഒരു അനുതാപത്തോടെ അവനെ നോക്കി. Chapter 20, Luke chapter 22, ലൂക്കോസ് 22-ാം അധ്യായം verse 61. 61-ാം വാക്യം. The Lord turned unto Peter and looked at him. ആ പത്രോസിനെ യേശുക്രിസ്തു തിരിഞ്ഞ് പത്രോസിനെ നോക്കി. Carnal Peter became a spiritual man. ജഡീകനായിരിക്കുന്ന പത്രോസിത ആത്മീയനായിട്ട് മാറുകയാണ്. His face made him spiritual. അവന്റെ ആത്മീയത്തിലേക്ക് അവൻ തിരിച്ചു വരികയാണ്. He wept bitterly. അവൻ അത്യധികമായിട്ട് കരഞ്ഞു. Because he had a great love for the Lord Jesus. കാരണം യേശുവിനോട് അത്യധികമായിരിക്കുന്ന സ്നേഹം പത്രോസിനുണ്ടായിരുന്നു. Even though he cried and repented, അവൻ കരഞ്ഞു മനസാന്തരപ്പെട്ടു എങ്കിലും but still he became carnal. പിന്നെയും അവൻ ജഡീകനായിട്ട് മാറി. Dear believer, പ്രിയ വിശ്വാസികളെ, don't be pride because you are spiritual. നിങ്ങൾ ആത്മീയരാകുമ്പോൾ ആണെന്നുള്ള ഒരു അഹങ്കാരം നിങ്ങൾക്കുണ്ടാകരുത്. Any time you can become carnal. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജഡീകനായിട്ട് മാറാനുള്ള അവസരമുണ്ട്. Satan is after you. സാത്താൻ നിങ്ങളുടെ പുറകെയാണ്. He wants that you should be separated from the Lord. ആ കർത്താവിൽ നിന്ന് നിങ്ങൾ വേർപെട്ടിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. He can bring any evil in your life. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ദുഷ്ടതയും അവൻ കൊണ്ടുവരും. He can bring any sin in your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏത് പാപത്തെയും അവൻ കൊണ്ടുവരും. Sin should not be your master. പാപം നിങ്ങളുടെ യജമാനനായി മാറരുത്. But you must be master. എന്നാൽ നിങ്ങൾ ഇതാ യജമാനനായിട്ടിരിക്കണം. To the world. ഈ ലോകത്തിന്. You should not become slave to sin. പാപത്തിന് അടിമകളായി മാറരുത്. Christ should be our master. കർത്താവ് മാത്രമാണ് നമ്മുടെ യജമാനൻ. What Peter said after John chapter 21. യോഹന്നാൻ 21-ാം അധ്യായത്തിൽ പത്രോസ് എന്താണ് പറയുന്നത്? I go for fishing. ഞാൻ മീൻ പിടിക്കാനായിട്ട് പോകുന്നു. Poor Peter, after denying the Lord Jesus. നോക്കുക, പത്രോസ് ഇത്രയും യേശുവിനെ പിൻഗമിച്ചതിന് ശേഷം പറയുകയാണത്. When the Lord looked at Peter, പത്രോസിനെ കർത്താവ് നോക്കുമ്പോൾ he was weeping. അവൻ കരയുകയായിരുന്നു. But now he says, എന്നാൽ ഇപ്പോഴെന്താ പറയുന്നത്? Hey, Thomas, I go for fishing. തോമസേ, വാ നമുക്ക് ഒരുമിച്ച് മീൻ പിടിക്കാനായിട്ട്. I also go with you. ആരൊക്കെ അവനോട് കൂടെ പോകും? Why? എന്തുകൊണ്ട്? Because he heard the communication of the fishermen. അവന് അവിടെ മീൻ പിടിക്കുന്നവരെ ശബ്ദം അവൻ കേട്ടത് കൊണ്ടാണ്. I got the woolly fish, so many fish, names of the fishes I don't know. അവിടെയുള്ള മീനിന്റെ ഒക്കെ പേര്, മത്സ്യത്തിന്റെ ഒക്കെ പേരൊന്നും നമുക്കറിയില്ല. He said, I sold that fish for 400 rupees. ഞാൻ മത്സ്യത്തെ, മീനിനെ ഞാൻ 400 രൂപയ്ക്ക് വിറ്റതാണ്. Oh, that fish I sold for 600 rupees. ഞാൻ അതിനെ 600 രൂപയ്ക്ക് വിറ്റിട്ടുണ്ടെന്ന് പറയുന്നു. Very easy to catch the fishes. മീൻ പിടിക്കാൻ വളരെ എളുപ്പമാണ്. And Peter, is it so? അപ്പൊ ചോദിക്കുന്നു, അങ്ങനെയാണോ? Then I also go for fishing. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞാനും പോകാം മീൻ പിടിക്കാൻ. Thomas, John, I am also going. യോഹന്നാനെ, നമുക്ക് ഒരുമിച്ച് പോകാം. They all went. എല്ലാരും പോയി. Nobody could catch any fish. അവിടെ പോയിട്ട് അവർക്ക് മീൻ പിടിക്കാൻ കഴിഞ്ഞില്ല. The Lord asked, will you also go away from me? നീയും എന്നെ വിട്ട് കടന്നു പോവുകയാണോ? That question remains in their life. അവരുടെ ജീവിതത്തിൽ ആ ചോദ്യം ഇങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. The Lord came to the Sea of Tiberias. തിബരിയാസ് കടൽക്കരയിൽ യേശുക്രിസ്തു എത്തി. Why? എന്തുകൊണ്ട്? To bring them back from the Sea of Tiberias. അവിടെ അവർ പിന്മാറ്റത്തിലേക്ക് പോയി അവരെ തിരിച്ച് അവിടെ നിന്ന് ആ കടലിൽ നിന്ന് തിരിച്ച് അവരെ കൊണ്ടുവരാൻ വേണ്ടി. First of all, they need a breakfast. ആദ്യം വേണ്ടത് അവർക്കൊരു പ്രഭാത ഭക്ഷണമാണ്. So the Lord gave breakfast. കർത്താവ് അവർക്ക് ആഹാരം കൊടുത്തു. Their stomach was filled. അവരുടെ വയറ് നിറഞ്ഞു. Then he asked Peter. എന്നിട്ട് പത്രോസിനോട് ചോദിച്ചു, Now Peter, പത്രോസേ, son of Jonah, യോനായുടെ മകനായ പത്രോസേ, do you really love me? നീ റിയലി എന്നെ സ്നേഹിക്കുന്നു, സത്യത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Why asked Peter? പത്രോസ് ചോദിച്ചു, എന്തുകൊണ്ട്? No, why asked Peter? എന്തുകൊണ്ട് പത്രോസിനോട് യേശുക്രിസ്തു ചോദിച്ചത്? Because he is an elderly person. കാരണം അവനൊരു മുതിർന്ന സഹോദരനാണ്. He is supposed to be an example for other disciples. മറ്റു ശിഷ്യന്മാർക്കൊക്കെ മാതൃകയായി ഇരിക്കേണ്ട ഒരാളാണ്. That's why he said, Simon, son of Jonah. ഇതാ യോനാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. Why is he son of Jonah? എന്തുകൊണ്ട് യോനായുടെ മകനെ എന്ന് പറഞ്ഞു? There are two Simons. കാരണം 2 ശീമോന്മാരുണ്ട്. Suppose if there are 2 Singraj Victor, ഇപ്പൊ 2 സിംഗരാജ് വിക്ടർ ഉണ്ടെങ്കിൽ the Lord will say,
son of Arpudam Pillai. ആഹാ, അത്ഭുതം പിള്ളയുടെ മകനായ സിംഗരാജൻ ചോദിക്കും. But the same way the Lord says, Simon, son of Jonah. അതുകൊണ്ടാണ് പത്രോസിനോട് ശീമോനോട് ചോദിക്കുന്നത്, യോനയുടെ മകനായ ശീമോനെ എന്ന്. Do you really love me? നീ തീർച്ചയായും സത്യത്തിൽ എന്നെ The സ്നേഹിക്കുന്നുണ്ടോ? backslided Peter ഇതാ പിന്മാറ്റത്തിൽ പോയ പത്രോസ് was renewed. അവൻ പുതുക്കപ്പെട്ടു. The fellowship was renewed. കർത്താവുമായിട്ടുള്ള ആ കൂട്ടായ്മ പുതുക്കി. He yielded his life to the Lord. കർത്താവിന് തന്റെ ജീവിതത്തെ അവൻ സമർപ്പിച്ചു. Lord, you know I love you, Lord. കർത്താവേ, നിനക്ക് എന്നെ അറിയാമല്ലോ, ഞാൻ സ്നേഹിക്കുന്നു, നിനക്ക് അറിയാമല്ലോ. You know that I denied you. നിന്നെ ഞാൻ തള്ളിപ്പറഞ്ഞു എന്നുള്ളത് നിനക്കറിയാം. You know I repented. എന്നാൽ നിനക്കറിയാം ഞാൻ അതിൽ നിന്ന് അനുദപിച്ചു എന്നുള്ളത് അറിയാം. Because I went into the Sea of Tiberias to catch fish. ഞാൻ തിബരിയ കടൽക്കരയിൽ മീൻ പിടിക്കാൻ തിരിച്ചു പോയി എന്നുള്ളത് നിനക്കറിയാം. Because I am carnal. കാരണം ഞാൻ ജഡികനായതുകൊണ്ട്. But now, Lord Jesus, you know I love you. എന്നാലും കർത്താവേ, നിനക്കറിയാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത്. The Lord renewed his life. ഇതാ നോക്കുക, അവന്റെ ജീവിതത്തെ യേശു ക്രിസ്തു പുതുതായി മാറ്റി. Peter was a great apostle. പത്രോസ് ഒരു മഹാനായ അപ്പോസ്തലനായി. He became a spiritual. അവൻ ആത്മീയനായിട്ട് മാറി. Now, when they all were in upper room, അവരെല്ലാവരും മാളിക മുറിയിൽ ഇരിക്കുമ്പോൾ they were tearing for the Holy Spirit. പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ താമസിക്കുകയായിരുന്നു. So they were praying and fasting. പ്രാർത്ഥിക്കുകയായിരുന്നു, ഉപവാസം ഇരിക്കുകയായിരുന്നു. Peter stood up in the midst. അതിന് മധ്യേ പത്രോസ് എഴുന്നേറ്റ് നിന്നു and said to choose someone in the place of Judas Iscariot. ജൂഡാസ് ഇസ്കാരിയോത്തിന്റെ പകരമായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കണമെന്നുള്ള ഒരു പ്രശ്നം വന്നു. Remember, they have not received the Holy Spirit. അവർക്ക് അതുവരെയും പരിശുദ്ധാത്മാവിന് ലഭിച്ചിട്ടില്ല എന്ന് ഓർക്കുക. They are waiting for the Holy Spirit. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവര്. But now a question may arise. എന്നാൽ ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉദിക്കും. How Peter knew the scripture before he received the Holy Spirit? പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നതിന് മുമ്പ് പത്രോസിന് എങ്ങനെയാണ് തിരുവചനം അറിയാവുന്നത്? Because he never knew the scripture. അവൻ ഒരിക്കലും തിരുവചനം വായിച്ചിട്ടില്ല. After resurrection of the Lord Jesus Christ, കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം when the news came, ആ വാർത്ത അവനെ എത്തിയപ്പോൾ they went to the sepulchre to find out the body of the Lord Jesus Christ. അവിടെ അവന്റെ കല്ലറയ്ക്കല് അവര് അവന്റെ ശരീരം തേടി കടന്നുപോയി. But now Peter preaches from the book of Psalm, chapter 109. എന്നാൽ ഇപ്പോൾ പത്രോസ് സങ്കീർത്തനങ്ങളിൽ നിന്നാണ് ആ ഭാഗം വായിക്കുന്നത്. He says to choose someone in the place of Judas Iscariot. ജൂഡാസ് ഇസ്കരിയോത്തിന്റെ ഇടത്തിലേക്ക് വേറൊരാളെ തിരഞ്ഞെടുക്കണമെന്നുള്ള ചിന്ത വന്നു. Now how does he know the scripture now? അവൻ എങ്ങനെയാണ് വചനത്തിലുള്ള അറിവുണ്ടായത്? He was a carnal man. അവന് ഒരു ജഡീകനായിരിക്കുന്ന വ്യക്തിയാണ്. Now he became a spiritual. ഇപ്പോൾ അവൻ ആത്മീയനായിട്ട് മാറി. How he understood the scripture? ഇപ്പോൾ എങ്ങനെ അവന് വചനം നന്നായി മനസ്സിലാകുന്നു? The Lord breathed on the disciples. ശിഷ്യന്മാർക്ക് കർത്താവ് ഇത് ഊതി കൊടുക്കുകയായിരുന്നു. John's Gospel, chapter 20. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം verse 21. 21-ാം വാക്യത്തിൽ യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ബിഫോർ ദാറ്റ് ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. 22 ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ He breathed on the disciples. ശിഷ്യന്മാരുടെ മേൽ അവൻ ഊതി. There are two purposes why he breathed. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ഊതി അത് ചെയ്യുന്നത്. ഒന്ന്, when Adam was created, ആദാമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ the Lord breathed in the nostrils. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് നമ്മൾ വായിക്കും. He became a living soul. അവൻ ജീവിക്കുന്ന ഒരു ആത്മാവായിട്ട് മാറി. He gave the eternal life. He gave the life to Adam. ആദാമിന് അവൻ ജീവൻ നൽകുകയാണ് ദൈവം. So likewise, അതേപോലെ first breathing of the Lord, ഇവിടെ ആദ്യമായിട്ട് കർത്താവ് ഊതുമ്പോൾ he gave eternal life to the disciples. നിത്യജീവൻ ഇവിടെ ശിഷ്യന്മാർക്ക് നൽകുകയാണ്. Second breathing, രണ്ടാമത്തെ ഊതൽ, to receive the spirit of Christ. അവിടെ കർത്താവിന്റെ ആത്മാവിനെ കൈക്കൊള്ളുവാൻ വേണ്ടിയാണ്. Romans chapter 8, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9th verse. 9-ാമത്തെ വാക്യം, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല.
Spirit of Christ dwells in the apostles. ക്രിസ്തുവിന്റെ ആത്മാവ് ഇവിടെ അപ്പോസ്തലന്മാരിൽ വസിക്കുവാനായിട്ട് തുടങ്ങി. That's why Peter could understand the scripture and he could preach from book of Psalm 109. അതുകൊണ്ടാണ് 109 സങ്കീർത്തനത്തിൽ പത്രോസിന് കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നിറവിൽ പറയുവാനിടയായി തീർന്നത്. Carnal Peter became a spiritual man. ജഡീയരായിരിക്കുന്ന പത്രോസ് ഇതാ ഒരു ആത്മീയനായിട്ട് മാറുകയാണ്. Do you carnal or spiritual? നിങ്ങൾ ആത്മീയനോ അതോ ജഡീകനോ? Anytime you can become a carnal. ഏത് സമയത്ത് നിങ്ങൾക്ക് ജഡീകനായിട്ട് മാറാനായിട്ട് കഴിയും. For example, അതിന് ഉദാഹരണമായിട്ട് Luke chapter 15, ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം, the lost son അവിടെ നഷ്ടപ്പെട്ടു പോയ മകൻ came back, തിരിച്ച് വരികയാണ്. came to the father, പിതാവിന്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നു, confessing his sins. അവന്റെ പാപങ്ങളെയൊക്കെ അവൻ അനുദപിച്ചു. He was in worst condition. അവൻ വളരെ മോശമായ നിലയിലായിരുന്നു. Father did not say, അതുകൊണ്ട് പിതാവ് എന്നാൽ അവനോട് പറഞ്ഞില്ല. Father did not say to the servants, അവിടെ വേലക്കാരോട് പിതാവൊന്നും പറഞ്ഞില്ല. bring a stick, I want to beat him first of all. അവനെ കൊണ്ടുവരിക, എനിക്ക് അവനെ അടിക്കണം എന്ന് പറഞ്ഞില്ല. No, he never said to bring any stick. അവിടെ ഒരു വടിയൊന്നും എടുത്തുകൊണ്ട് വരാനായിട്ട് അദ്ദേഹം പറഞ്ഞില്ല. He embraced his son. അവന്റെ മകനെ അവൻ കെട്ടിപ്പിടിച്ചു. His son was a beggar. അവന്റെ മകൻ ഇവിടെ ഒരു വേലക്കാരനായിരുന്നു, ഒരു ഭിക്ഷക്കാരനായിരുന്നു. Father was embracing his son. നോക്കുക, പിതാവ് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. Have you embraced any beggar who is coming to your house? നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഭിക്ഷക്കാരനെ നിങ്ങൾ കെട്ടിപ്പിടിക്കുമോ? I never embrace. ഞാനൊരിക്കലും ചെയ്യത്തില്ല. I don't know what about you. നിങ്ങളെ കുറിച്ച് എനിക്കറിയില്ല. You also will not embrace any beggar. നിങ്ങൾ ഒരു ഭിക്ഷക്കാരനെയും കെട്ടിപ്പിടിക്കുമെന്ന് വിചാരിക്കുന്നില്ല. But father embraced his son. ഇതവിടെ പിതാവ് തന്റെ മകനെ ആലിംഗനം ചെയ്യുകയാണ്. He is just like a beggar. അവനെ ഒരു ഭിക്ഷക്കാരനായിട്ട് ജീവിക്കുകയായിരുന്നു. He confessed his sins. എന്നാൽ അവൻ പാപങ്ങളെ അവൻ ഏറ്റുപറഞ്ഞു. Father received him cheerfully. സന്തോഷത്തോടെ പിതാവ് അവനെ ഏറ്റുകൊള്ളുകയായിരുന്നു. The same way what Christ says. ഇതാ കർത്താവും അതേപോലെയാണല്ലോ പറയുന്നത്. If anyone comes to me, എന്റെ അടുക്കിലേക്ക് ആരെങ്കിലും വന്നാൽ, if anyone comes to me, എന്റെ അടുക്കിലേക്ക് ആരെങ്കിലും വന്നാൽ, I will not cast him out. അവനെ ഞാൻ പുറന്തള്ളുകയില്ല. Prodigal son was not casted out. നശിച്ചുപോയ മകൻ ഒരിക്കലും അവനെ പുറന്തള്ളപ്പെട്ടവനായി പോയില്ല. Father received him joyfully. പിതാവ് അവനെ സന്തോഷത്തോടെ തിരികെ എടുക്കുകയായിരുന്നു. 2 Samuel, 2 ശമൂവേൽ, David confessed his sins. തന്റെ പാപങ്ങളെ അവൻ ഏറ്റു പറഞ്ഞു. No, 2 Samuel, David confessed his sins. David. ദാവീദിന്റെ രണ്ടാമത്തെ മകൻ പാപങ്ങളെ. Second book of Samuel, second book. 2 ശമൂവേലിന്റെ 2-ാം അധ്യായത്തില്, not 2ാം അധ്യായം, it's a 12th chapter, 12ാം അധ്യായം. David confessed his sins. Yes, sir. ദാവീദ് തന്റെ പാപങ്ങളെ അനുദപിച്ചു. I have sinned against the Lord, he said. കർത്താവേ, നിനക്കെതിരായിട്ട് ഞാൻ പാപം ചെയ്തു എന്ന് ദാവീദ് പറഞ്ഞു. He never said I may have sinned, he said. അവന് ഒരുപക്ഷെ ഞാൻ പാപം ചെയ്തിരിക്കാമെന്നല്ല ദാവീദ് പറയുന്നത്. Sometimes he say I might have sinned, he never said. ഞാൻ ഒരുപക്ഷെ പാപം ചെയ്തിരിക്കാമെന്ന് ദാവീദ് I have sinned against you. ദാവീദ് പറയുന്നത്, ഞാൻ നിനക്കെതിരായി പാപം ചെയ്തിരിക്കുന്നു. I have grieved you. നിന്നെ ഞാൻ ദുഃഖിപ്പിച്ചിരിക്കുന്നു. That's what his confession. അതാണ് അനുതാപം എന്ന് പറയുന്നത്. David, man of God. ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. He became a carnal. അവന് ഒരു ജഡീകനായി മാറി. Because of confessing his sins. എന്നാൽ അവൻ പാപത്തെ ഏറ്റുപറഞ്ഞപ്പോൾ He became spiritual. അവനൊരു ആത്മീയനായിട്ട് മാറി. The Lord accepted him. അത് കർത്താവ് അവനെ സ്വീകരിച്ചു. Now a question may arise. ഒരു ചോദ്യം അവിടെ ഉദിക്കും. Now David confessed. ദാവീദ് അനുദപിച്ചു. In John's epistle, യോഹന്നാന്റെ ലേഖനത്തിൽ John says, യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, if we confess our sins, നാം നമ്മുടെ പാപങ്ങളെ to forgive and cleanse us from all our unrighteousness. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുണ്ടെങ്കിൽ അവൻ സകല അതിക്രമങ്ങളെയും അവൻ മോചിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. David confessed. ദാവീദ് അനുദപിച്ചു. Then why David was punished? എന്നാൽ എന്താണ് ദാവീദിനെ ദൈവം ശിക്ഷ കൊടുക്കുന്നത്? He went to the wilderness and weeping. അവന് മരുഭൂമിയിലേക്ക് പോയി അവൻ കരയുകയായിരുന്നു. Absalom was after David to kill him. ദാവീദിനെ കൊല്ലുവാൻ തക്കവണ്ണം തന്റെ മകനായ അബ്സലോം അവനെ പുറകെയാണ്. But why David was weeping, walking in the wilderness? മരുഭൂമി നടന്നുകൊണ്ട് എന്തുകൊണ്ടാണ് അവന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാരണം? Christ has to come
from the descendants of David. ദാവീദിന്റെ തലമുറയിലാണ് കർത്താവ് വരേണ്ടത്. So his descendants should be pure and holy. അവന്റെ തലമുറകളിലുള്ളവർ വളരെ പരിശുദ്ധരായിരിക്കണം. That's why the Lord punished him. അതുകൊണ്ടാണ് കർത്താവ് അവനെ അവിടെ ശിക്ഷിക്കുന്നതിന് കാരണം. So that's why David afterwards became so spiritual. അതുകൊണ്ടാണ് ദാവീദ് അതിനുശേഷം വളരെ ആത്മീയനായിട്ട് മാറുന്നതിന് കാരണം. Yes, because Christ came out from the descendants of David. ദാവീദിന്റെ തലമുറകളിൽ നിന്നാണ്, പിൻഗാമികളിൽ നിന്നാണ് യേശുക്രിസ്തു ജനിക്കുന്നത്. In so many ways we can be backslided. പല നിലകളിലെ നാമം ഒരുപക്ഷേ പുറകിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. 2 Timothy 2 തീമോഥെയോസ് chapter 4 4 അധ്യായം verse 10. 10 വാക്യം. Chapter 4 verse 10. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. Demas who was with Paul, പൗലോസിനോട് ആയിരുന്നു ഈ ദേമാസ്. when he saw the sufferings of Paul, എന്നാൽ പൗലോസിന്റെ കഷ്ടതകളൊക്കെ കണ്ടപ്പോൾ he had the worldly lusts. Demas had the worldly lusts. ഈ ലോകത്തിന്റെ കാര്യങ്ങളെ കണ്ടപ്പോൾ അവന് സ്നേഹം തോന്നി. So he doesn't want to suffer for Christ. യേശുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ അവൻ താല്പര്യമില്ലാതെ So he went back, ദേമാസ് അവനെ പുറകിലോട്ട് പോയി. leaving Paul alone. പൗലോസിനെ വിട്ടിട്ടാണ് അവൻ പോകുന്നത്. Left to Thessalonica. എന്നെ അവനെ വിട്ടിട്ട് തെസ്സലോനിക്കയിലേക്ക് അവൻ പോയി. To enjoy the pleasures of the world. ഈ ലോകത്തിന്റെ സുഖങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി. Dear brother and sister, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, what separates you from the love of Christ? കർത്താവിന്റെ സ്നേഹം നിങ്ങളെ വേർപിരിക്കുന്നത് എന്താണ്? Your hard work at home? നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ വളരെ ജോലികളാണോ? Your studies? നിങ്ങളുടെ പഠനമാണോ? Watching TV? നിങ്ങളുടെ TV കാണുന്നതാണോ? Lack of prayer? പ്രാർത്ഥനക്കുറവാണോ? Earning money? കാശ് സമ്പാദിക്കുന്നതാണോ? These all, do they separate you from the love of Christ? ഇതെല്ലാം നിങ്ങളെ ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണോ? When you see the people of God suffering in North India, വടക്കിന്ത്യയില് നമ്മുടെ എത്രയോ വിശ്വാസികൾ കഷ്ടപ്പെടുമ്പോൾ does it bring discouragement to you? നിങ്ങൾക്ക് ഉത്സാഹക്കുറവ് അത് കൊണ്ടുവരുന്നുവോ? The same thing happened in Timothy's. Paul writes in Timothy's epistle. അതേ കാര്യങ്ങൾ പൗലോസ് തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. 2 Timothy 2 തീമോഥെയോസ് chapter 4 4 അധ്യായം verse 16. 16 വാക്യം. അവൻ എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണനിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. Everybody isolated Paul. എല്ലാവരും അവനെ കൈവിട്ടു. Oh, we cannot stand with Paul. പൗലോസിനോടുകൂടെ നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുകയില്ല. We don't have strength to bear the persecution. ഈ ഉപദ്രവങ്ങൾ താങ്ങുവാൻ ഞങ്ങളെ കൊണ്ട് കഴിയുകയില്ല. We cannot face all these problems. ഈ പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിക്കാൻ ഞങ്ങൾക്ക് ആകില്ല. They left Paul. ഇത് പൗലോസിനോട് കൂടെ Paul was isolated. ഇതാ പൗലോസ് തന്നെ ആകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. In the Gethsemane, ഗെത്സമനെ തോട്ടത്തിൽ when the Lord was arrested, കർത്താവിനെ പിടിക്കപ്പെടുമ്പോൾ everybody left him. അവനെ എല്ലാവരും വിട്ടുപോയതായി He കാണും. was isolated. അവൻ തനിയെ ഏകാഗിയായി മാറി. 3 times the Lord Jesus was isolated. 3 വേളകളിൽ യേശുക്രിസ്തു ഏകാഗിയായിട്ട് തനിയെ ആകേണ്ട സ്ഥിതി ഉണ്ടായി. One is at the Gethsemane. ഒന്ന് ഗെത്സമനെ തോട്ടത്തിൽ. Secondly, രണ്ടാമത് at the Sea of Tiberias. തിബരിയാസ് കടൽക്കരയിൽ. Early in the morning. Early in the morning. അതിരാവിലെ the Lord is standing on the seashore. കടൽക്കരയിൽ അവൻ നിന്നുകൊണ്ട്. Nobody was with him. അവനോട് കൂടെ ആരും ഉണ്ടായിരുന്നില്ല. He was isolated. അവൻ തനി ഏകാഗിയായിരുന്നു. Third one, മൂന്നാമത് John's Gospel, യോഹന്നാന്റെ സുവിശേഷത്തിൽ chapter 7, 7 അധ്യായത്തില് last words, അവസാനത്തെ വാക്യം, everybody went to their own home. അവരെല്ലാവരും അവന്റെ വീടുകളിലേക്ക് പോയി എന്നാണ്. The Lord Jesus was isolated. അവൻ തന്നെ അവനായി. Dear brother, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, how many times the Lord is isolated by you? നിങ്ങൾ എത്ര സമയം നിങ്ങൾ നിമിത്തം കർത്താവ് ഏകാന്തതയിലേക്ക് പോയി. When you go back from the Lord, നിങ്ങൾ കർത്താവിൽ നിന്ന് അകന്നു പോകുമ്പോൾ, your backsliding, നിങ്ങൾ പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ, has isolated the Lord Jesus. യേശുക്രിസ്തുവിനെ ഏകാഗിയായി നിങ്ങൾ വിടുകയാണ്. Would you like to come back to him? അവനിലേക്ക് നിങ്ങൾ തിരികെ വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? Lord Jesus, I love you. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. I want to be more closer to you. നിന്നോട് കൂടുതൽ അടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Receive me എന്നെ സ്വീകരിച്ചാലും and help me to be more closer to you.
നിന്നോട് കൂടുതൽ അടുക്കുവാൻ എനിക്ക് ഇടയായി തീരട്ടെ. Let your love be flown in my life. എൻ്റെ ജീവിതത്തിലേക്ക് നിന്റെ സ്നേഹം ഒഴുകട്ടെ. I love you, Lord. കർത്താവ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. Nothing should separate me from you. എന്നെയും നിന്നെയും തമ്മിൽ ഒന്ന് വേർപിരിക്കുന്ന ഒരു കാര്യം ഉണ്ടാകരുത്. Just dedicate your life. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സമർപ്പിക്കുക. May the Lord bless us through His words.